ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ജനറൽ റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താ നോക്കാം. നിങ്ങളുടെ ഒരു സോൾ പർപ്പസ്, ലൈഫ് പർപ്പസ്, അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും, ഇപ്പോൾ ഇല്ല എന്നല്ല, ബട്ട് എന്നാലും നിങ്ങളുടെ ശരിക്കും ഒരു സോളിൻ്റെ നമ്മൾ പറയില്ലേ ഒരു പാത്ത് ഉണ്ടാവും. നിങ്ങൾ റൈറ്റ് പാത്തിലാണോ എന്നുള്ളത് കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓൾറെഡി നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അത്തരത്തിലുള്ള വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ചിലപ്പോൾ മനസ്സിൽ തോന്നലുണ്ടാവാം. സോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാൻ പറ്റും അല്ലേ. സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ സോൾ പർപ്പസ്, ലൈഫ് പർപ്പസ് എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് യുവർ സോൾ പർപ്പസ് അല്ലെങ്കിൽ യുവർ ലൈഫ് പർപ്പസ്? Let's see. Ace of Cups. Lover's card. 9 of Wands. Ace of Pentacles ഉണ്ട്. Very nice. Devil energy. Okay. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് 2 മേജർ ആർക്കാന വന്നത്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് എനർജിയാണിത് എന്ന രീതിക്കാണ് പറയാം നമ്മൾ. അതായത് ലവേഴ്സ് എനർജിയുടെ നേരെ വിപരീതം എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യാം. നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന നേച്ചർ ആയിരിക്കും നിങ്ങളുടെ ഓൾറെഡി. നിങ്ങൾക്ക് പർപ്പസും അത് തന്നെയാണ്. നിങ്ങളെല്ലാവരെയും നല്ലോണം സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ഉണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടെ ഒരു സമയങ്ങൾ കൊടുക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, ഒരുപാട് കെയർ ചെയ്യുന്ന കാര്യം കാണുന്നുണ്ട്. ഹീലിംഗ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാവാം. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡോക്ടർ, നഴ്സ്, ഈവൻ അല്ലെങ്കിൽ റേക്കി അങ്ങനത്തെ പ്രാക്ടീഷണേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ രണ്ടും വരാം. ശരിക്കും നമ്മുടെ റിയൽ വേൾഡിൻ്റെയും വരാം, സ്പിരിച്വൽ ഹീലിങ്ങിൻ്റെ കാര്യങ്ങളും വരാം. സോ എവിടെയോ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ പർപ്പസ് ആണ്. മറ്റുള്ളവരെ ആ ഒരു സ്നേഹത്തോടെ, കരുതലോടെ നിങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക, ഗൈഡ് ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, സ്നേഹം കൊടുക്കാൻ പറ്റുക. ആ ഒരു നമ്മൾ എല്ലാവരും കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും, ഒരുപാട് പേര് കേൾക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവില്ല ചിലപ്പോൾ. ആ ഒരു ഇമോഷൻസ് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൻ്റെ ഒരു ആഴം എല്ലാവരും മനസ്സിലാക്കിയെന്ന് വരില്ല. കേൾക്കും, ചിലവർ കേട്ടിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ ഒരു അഡ്വൈസ് തന്ന് വിട്ടുകളയും. ഏതൊക്കെ വിട്ടുകളയും, ഇതൊന്നും സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വിട്ടുകളയും. പക്ഷെ നിങ്ങളുടെ വേദന മനസ്സിലാക്കി അതിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന വ്യക്തികൾ അങ്ങനെ വളരെ ചുരുക്കമായിരിക്കും. സോ ഇവിടെ അങ്ങനത്തെ ഒരു കഴിവാണ് നിങ്ങൾക്ക് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ പർപ്പസിൽ അത് പെട്ടതാണ്. ആൻഡ് ഇവിടെ ഇത് ഞാൻ ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി ഇതുണ്ട്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ മേ ബി പണം കൊണ്ട് വല്ലവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. പണം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു കാര്യം കൂടി എനിക്ക് കാണുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും കാണുന്നുണ്ട്, അതേപോലെ ഒപ്പം ഹെൽപ്പ് എന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. സോ എന്ന് വെച്ച് അഗൈൻ അതാണ് ഞാനിവിടെ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത്. ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യണം, അത് നിങ്ങളുടെ ഒരു പർപ്പസിൽ പെട്ടതാണ്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് നിങ്ങൾ ഓവർ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പർപ്പസിൽ പെട്ടത് കൊണ്ടാണ്. സോ യെസ്, മണി കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമയം ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാം മാറ്റി വെച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഓടുന്നുണ്ടാവും. അത് നിങ്ങളുടെ പർപ്പസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ആർക്കും ഇനിയിപ്പോൾ എത്ര വേണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. പണം ഫൈനാൻഷ്യലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജോലിയിൽ, വർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ട്. എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വർക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഈവൻ ഹെൽത്ത് റിലേറ്റഡ് വർക്ക് നിങ്ങൾ എന്തെങ്കിലും, ആക്ച്വലി ഇത് രണ്ടും ഹെൽത്തിൻ്റെ പറയാം നമുക്ക്, ഹെൽത്ത് റിലേറ്റഡ് വർക്ക് എന്തെങ്കിലും. സോ അതാണ് ഞാൻ ഹീലിംഗ് എന്ന് പറഞ്ഞ നേരത്തെ. സോ മേ ബി അഗെയിൻ ഡോക്ടേഴ്സ്, നഴ്സസ് എന്ന് മാത്രമല്ല ടീച്ചേഴ്സും ഒക്കെ ആവാം, കുട്ടികളെയൊക്കെ പഠിപ്പിക്കില്ല, അതും ഒരു തരം ഹീലിംഗ് എന്ന് നമുക്ക് എടുക്കാം. മേ ബി കൗൺസിലേഴ്സ്, കൗൺസിലിംഗ്, അല്ലെങ്കിൽ അത് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ചാണ് ഞാൻ പറഞ്ഞത്. പലതും ആവാം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആണല്ലേ. സോ മേ ബി അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവർക്കൊരു ഹെൽപ്പായിട്ട് അവർ കേൾക്കുന്നത് തന്നെ അവർക്ക് വളരെയധികം സമാധാനം, സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടാവും. സോ അതും നിങ്ങളുടെ ഒരു പർപ്പസാണ്. അഗൈൻ ആൻഡ് ഇവിടെ ഫൈനാൻഷ്യലി ഹെൽപ്പ് കാണുന്നുണ്ട് എനിക്ക്. മേ ബി ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, ഡെക്കറേറ്റിങ്ങിൻ്റെ ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. സോ എവിടെയോ അങ്ങനത്തെ, ബിക്കോസ് നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങളുടെ ചുറ്റുപാടും ഒരു ഗ്രോത്ത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്.
പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ നിന്നാൽ തന്നെ അവർക്ക് ഗ്രോത്ത് വരും, അങ്ങനെയാണ്. ഓക്കെ, സോ അത്തരത്തിൽ അതൊക്കെ നിങ്ങളുടെ പർപ്പസിൽ പെട്ടതാണ്. ഫൈനാൻഷ്യൽ ഹെൽപ്പും കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനർജി വൈസ് ഹെൽപ്പ്, മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഒരാൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക, ഒരാൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, നമ്മൾ അവർ ധൈര്യം കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ 2 കാര്യം മെയിനായിട്ട് വന്നു. ഇവിടെ 9 of Wands പറയുന്നത് ആക്ച്വലി ടയേർഡ് ആവുന്ന കാര്യം, നമ്മൾ അതിപ്പോൾ നിങ്ങളുടെ കാര്യത്തിലല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പർപ്പസിൽ പെട്ടതെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കുറേ ഒരുപാട് ടയേർഡായിട്ടുള്ള ഫീലിംഗ് വരുമ്പോൾ ചിലവർ ഗിവ് അപ്പ് ചെയ്യാൻ നിൽക്കുന്നവരെ നിങ്ങളൊരു മോട്ടിവേഷൻ നിങ്ങൾ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴായിരിക്കാം, നിങ്ങളുടെ ലൈഫ് കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കാണുമ്പോഴായിരിക്കാം അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേ ബി ആരെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും ഗിവ് അപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. അല്ലെങ്കിൽ അത് ഗിവ് അപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ശരിയാവും എന്ന രീതിക്ക് നിങ്ങൾ അവർ സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ അവരൊരു സപ്പോർട്ട് ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആരെങ്കിലും അങ്ങനെ ഒരു നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട്, അവരെ തളരാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ എന്ത് ഗോ ത്രൂ ചെയ്യുന്നു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, അതെനിക്കറിയാം എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ പുറമേ നിങ്ങളതൊന്നും, നിങ്ങളുടെ ഉള്ളിലുള്ള ഒന്നും നിങ്ങൾ ആരോടും കാണിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം, സങ്കടം, നിങ്ങൾക്ക് ഈ സ്നേഹം ആഗ്രഹിക്കുന്നത്, ഹെൽപ്പ് ആഗ്രഹിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ ആരോടും പറയില്ല. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ പർപ്പസാണ്, നിങ്ങളുടെ സോളിൻ്റെ ഒരു മിഷനാണത്. സോ അങ്ങനെ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് യെസ്. ഓക്കെ, അഗൈൻ ഒരു പോയിന്റ് ഒന്നിച്ച് പറയാൻ വേണ്ടി ആ ഒരു പഞ്ചിൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ ഇവിടെ അഗൈൻ 9 of Wands ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ ടയേർഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്ത് തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഓക്കെ, സോ മേ ബി കുറച്ച് പേർക്ക് ഇവിടെ അഗൈൻ ഇതെനിക്ക് എവിടെയോ ഒരു ഫോറസ്റ്റ് എന്ന രീതിക്കൊക്കെ തോന്നി. ഗാർഡൻ, പാർക്ക്, ഫോറസ്റ്റ്, ബിൽഡിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തായാലും ഒരു ബിൽഡ് ചെയ്യാൻ, ആൾക്കാരെ അവരെ ലൈഫ് ബിൽഡ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന രീതിക്കൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ പെട്ടത്. ഞാൻ ജോലി, കരിയർ എന്ന രീതിക്കല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡും കിട്ടിയെന്ന് വരില്ല, ഒരു സാലറിയും കിട്ടിയെന്ന് വരില്ല. ഓക്കെ, കമ്മിങ് ടു മെയിൻ പോയിന്റ്സ്. ഓക്കെ, നിങ്ങളുടെ പർപ്പസിൽ പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, കെയർ കൊടുക്കുക, വട്ട് എവർ എന്ത് തന്നെ ആയാലും. ഓക്കെ, അവരെ ലൈഫ് വളരെയധികം ബെറ്റർ ആക്കുക, എല്ലാം അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയാണ് ഇതെല്ലാം. ഓക്കെ, അത് പാസ്റ്റ് ലൈഫ് തൊട്ട് നിങ്ങൾക്കുള്ള ഒരു കാര്യം കൂടിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ റിലേറ്റഡ് ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കർമ്മ തീർക്കുന്ന രീതിയിലാണ്. കർമ്മ തീർക്കുക എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ ചില കടമകൾ, നമുക്ക് തന്നിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാം എന്നുള്ള ഒരു നമ്മളൊരു കോൺട്രാക്ട് യൂണിവേഴ്സുമായിട്ട് ചിലപ്പോൾ സൈൻ ചെയ്തിട്ടായിരിക്കും വന്നത്. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന രീതിക്ക് നമ്മൾ ഏറ്റിട്ടുണ്ടാവും. ഓക്കെ, സോ ആ കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇത് ലവേഴ്സ് എനർജി നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുക. സോ മേ ബി ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയിൽ, ഫ്രണ്ട്സിന്, അതെല്ലാവരും ബന്ധത്തിൽ പെടുത്താം നമുക്കിവിടെ. ഓക്കെ, സോ യെസ്, എല്ലാവരോടും നിങ്ങൾ ആ ഒരു രീതിക്കാണ് നിങ്ങൾ നിൽക്കാറ്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കാറ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലായാലും, ഏത് ഫ്രണ്ട്ഷിപ്പിലായാലും, ഈവൻ ഫാമിലിയിൽ, മക്കൾക്ക്, ഫ്രണ്ട്സിന്, എവിടെയായാലും ശരി. ഓക്കെ, നിങ്ങളെല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നൊക്കെ പക്ഷേ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡിറ്റാച്ചായി നിൽക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളിതിലൊന്നും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നിൽക്കാൻ പഠിക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലെസൺ. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു, കെയർ അങ്ങോട്ട് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, എന്തെങ്കിലും അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ ഓടുന്നു, കെയർ ചെയ്യാൻ പോകുന്നു. മേ ബി കെയർ, ആർക്കെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഗൈൻ നിങ്ങൾ കെയർ ചെയ്യാൻ പോകുന്നു ആ വ്യക്തികളെ. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. ഇവിടെ ബന്ധങ്ങളെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പിടിച്ചു നിർത്തുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ തരത്തിലും ആക്ച്വലി എവിടെയോ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഡെവിൾ ശരിക്കും നെഗറ്റീവ് എനർജി ആണ്. ബട്ട് ഇവിടെ നമ്മളൊരു പർപ്പസിൻ്റെ കാര്യമായിട്ട് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത്, ആൻഡ് ഇത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. ഓക്കെ, അതായത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും പലരോടും. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നമുക്ക് അവരോടൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും, അല്ലേ? എന്ന് മാത്രമല്ല നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന തരത്തിലാണ്. ബട്ട് ഇവിടെ ഇത് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ആ അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ പെടരുത് എന്നാണ്. ബിക്കോസ് അങ്ങനെ അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും.
ഓക്കെ, അത് നിങ്ങളുടെ കർമ്മയായിട്ട് മാറാനുള്ള സാധ്യതയാണ്. സോ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ പർപ്പസ്. നിങ്ങളുടെ അതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ചെയ്തു കൊടുക്കുക, പക്ഷെ വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ. തിരിച്ചെന്തെങ്കിലും കിട്ടും, ഒരു നന്ദി വാക്ക് പോലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്തു കൊടുക്കാൻ പറ്റും. അഗൈൻ ഇതിൽ വേറെ കാര്യം കൂടിയുണ്ട്, നിങ്ങൾ വേദനിക്കാനും പാടില്ല. ഓക്കെ, അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ. അതാണ് നമ്മൾ എന്തും ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളല്ല ചെയ്യുന്നത്. അഗൈൻ ഇവിടെ നിങ്ങളുടെയൊക്കെ ഇടയിൽ ആരാ നിൽക്കുന്നത് നോക്കൂ, ഏഞ്ചലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആക്ച്വലി ഭഗവത്ഗീതയുടെ ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അതെല്ലാ ഐ തിങ്ക് എല്ലാ റിലീജിയനിലും പലതരത്തിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവിൽ പ്രകാരം. എല്ലാത്തിലും പറയുന്നത് നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നത്, ഓക്കെ, എല്ലാം ദൈവമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ ആ ഭഗവാനാണ് ചെയ്യുന്നത് എന്നാണ് പറയാം. ഓക്കെ, നമ്മൾ വെറും ഒരു ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ എന്താ പറയുക, വേണമെങ്കിൽ ഒരു മിഷനുമായിട്ട് നമ്മൾ വന്നു, ആ ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളാരും ഒന്നും ആയിട്ടല്ല എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ആ രീതിക്ക് വേണം ചിന്തിക്കാൻ. ഓക്കെ, യെസ്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അത് അവരുടെ അടുത്ത് നിന്ന് ഒരു നന്ദി തിരിച്ച് കിട്ടും എന്ന് പോലും പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ അവരെന്നോട് ഒരു നല്ല വാക്ക് സംസാരിക്കും, അല്ലെങ്കിൽ എന്നോടൊന്ന് മിണ്ടും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവരുണ്ടാവും എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കാം. ഔട്ട്കം കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എന്ത് ചെയ്താലും അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നൊന്നും ഞാൻ അങ്ങനെ കരുതരുത്. ഓക്കെ, കാരണം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട്, ഈവൻ സ്നേഹം പോലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്, സ്നേഹം, കരുതൽ, എന്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലും ആർക്ക് കൊടുത്താലും ശരി, നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു ഡെവിളിൻ്റെ ആ ഒരു ഇത് വലുതിൽ, കാരണം നമ്മൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ടോ ഒരു കയറ് ഇങ്ങനെ എന്താ പറയുക, കെട്ടിയിട്ട പോലെയാണ്. ആ അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ പെടരുത് എന്നാണ് പറയുന്നത്. അറ്റാച്ച്മെൻറ്റ് ടു റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്തു, ഓക്കെ, ജോലി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. ചിലപ്പോൾ നമ്മൾ പൈസ ആയിട്ടായിരിക്കില്ല തിരിച്ച് പ്രതീക്ഷിക്കുക, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വേറെ എന്തെങ്കിലും ആയിരിക്കാം. സോ അഗൈൻ ഇവിടെ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളോട് പറയുന്ന ആ ഡെവിൾ എനർജിയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു തരി പോലും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺകണ്ടീഷണലി ഗിവിങ് സംതിങ് എന്ന രീതിക്ക് അങ്ങനെ ആവാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബിക്കോസ് അതാണ് സോളിൻ്റെ ഒരു പ്യുവർ ഫോമിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷകൾ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അവിടെ വിഷമങ്ങൾ വരും, ഡിസപ്പോയിൻമെൻറ്റ്സ് വരും. എന്ന് മാത്രമല്ല നമുക്ക് അവരോടൊരു ഇത് തോന്നും ദറ്റ് അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്തു കൊടുത്തത് പിന്നെ എന്തിനായി, അല്ലേ? നിങ്ങൾ ആ ചെയ്തു കൊടുത്തതിനൊക്കെ പിന്നെ എന്താണ് അർത്ഥമുള്ളത്? ഞാനിത് പറയുന്നത് എത്ര പേര് എന്നോട് അഗ്രി ചെയ്യും എന്ന് എനിക്കറിയില്ല. ഞാനിന്ന് എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നും എനിക്കറിയില്ല. ഓക്കെ, സോ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബിക്കോസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം ദൈവമാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ആണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് ഈ നെഗറ്റീവായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോഴാണ് ഈ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നമുക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ അറ്റാച്ച്മെൻറ്റ് വന്നു പോവാണ്, എക്സ്പെക്റ്റേഷൻ വന്നു പോവാണ്. ആൻഡ് ആ അറ്റാച്ച്മെൻറ്റ് എക്സ്പെക്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യും. പിന്നെ അത് നെഗറ്റീവിലേക്ക് നിങ്ങളെ ശരിക്കും നിങ്ങൾ ചെയ്തത് തന്നെ എന്തോ നമ്മൾ കിട്ടാൻ വേണ്ടി ചെയ്തു എന്ന രീതിക്കായിപ്പോവും. ഓക്കെ, സോ ഇവിടെ അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണലി ഡൂയിങ് സംതിങ് ഫോർ അതേഴ്സ് എന്ന രീതിക്ക് നിങ്ങൾ ആവാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഐ തിങ്ക് എന്തോ ഞാനത് പറയാനുള്ള ഒരു റീസൺ കൂടി എനിക്ക് തോന്നി. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് സഹായിച്ച് കാണാം. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് ഫ്രണ്ട്സ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് കിട്ടിയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളൊരു മെൻറ്റൽ സ്ട്രെസ് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, എൻഡിങ്സ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ്. ആൻഡ് നിങ്ങൾക്കത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വരണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തു, നിങ്ങളുടെ സമയങ്ങൾ മാറ്റി വെച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും അധികം നമ്മളെ വിഷമിപ്പിക്കുന്നത് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഏറ്റവും അധികം എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. ഞാൻ അവരോട് നല്ല രീതിക്ക് പെരുമാറി, ഓക്കെ, ജസ്റ്റ് ഒന്നും ചെയ്തു കൊടുക്കണ്ട, ഓക്കെ, ബാക്കിയെല്ലാം വിടും, ഒന്നും ചെയ്തൊന്നും കൊടുക്കണ്ട. ബട്ട് അല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരാളോട് നല്ല രീതിക്ക് പെരുമാറി എന്ന് വിചാരിക്കാം. ഓക്കെ, നല്ല രീതിക്ക് സംസാരിച്ചു, നല്ല രീതിക്ക് അവരോട് ജസ്റ്റ് പെരുമാറി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് തിരിച്ച് അവരും അതുപോലെ എന്തിന് അങ്ങനെ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ എന്തിനാ വെക്കുന്നത്? ഞാൻ അങ്ങനെയാണ് എന്ന് വെച്ച് ആ വ്യക്തി അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലേ? സോ അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആരുടെ ഒരു ബിഹേവിയറും നിങ്ങളെ വേദനിപ്പിക്കില്ല, ആരുടെ ഒരു കാര്യവും നിങ്ങൾക്ക് ഒരു ടെൻഷൻ കൊണ്ടുവരില്ല. ഓക്കെ, അവർ ചെയ്തു, ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം, താങ്ക് യു എന്ന് മനസ്സിൽ വിചാരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പ്ലീസ്, ഓക്കെ, എന്നാൽ അതും നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ ആവാൻ പഠിക്കാം.
അത്ര എളുപ്പമൊന്നുമല്ല ഈ പറഞ്ഞതൊന്നും, വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സ്ലോലി മെല്ലെ 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 അത്, പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ അത് പഠിപ്പിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുമ്പോൾ അതുകൂടി പറയാൻ പറ്റും. യൂണിവേഴ്സ് അത് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, നിങ്ങളെ സ്ലോലി നിങ്ങളെ വേദനിപ്പിച്ച് അവസാനം നിങ്ങളെ ഈ ലെവലിലേക്ക് എത്തിക്കും യൂണിവേഴ്സ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത്ത്, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനും, എന്ന് മാത്രമല്ല ആരെയും ആശ്രയിക്കേണ്ട, ആരും എനിക്കില്ലെങ്കിലും ഞാൻ തനിച്ച് ഞാൻ ഓക്കെ ആണ് എന്ന രീതിക്കും. കാരണം ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ആൻഡ് അതാണ് ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത്തും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നത്, അത് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, അത് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ ചില പർപ്പസുകൾ ഉണ്ടാവും. ഇത് എവിടെയെങ്കിലും പൂർവ്വജന്മ കർമ്മയായിട്ട് റിലേറ്റഡ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടാവും. അത് ചെയ്ത് തീർത്ത് നമ്മളൊരു കടം തീർക്കുക എന്ന് തന്നെ വിചാരിച്ചോളൂ. നിങ്ങൾ കടം തീർക്കുകയാണ്. ഓക്കെ, അതിൻ്റെ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്താൽ എന്താവും, ഇനി ഈ കടം നമ്മൾ തിരിച്ച് വാങ്ങാൻ വേണ്ടി അടുത്ത ജന്മം വരേണ്ടി വരും. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് ആവില്ല. ആരും അത്രത്തോളം സന്യാസം ലെവലിലൊന്നും നമുക്ക് ആർക്കും പോകാൻ സാധിക്കില്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. ഓക്കെ, ബട്ട് ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കാം. ഓക്കെ, അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ വേദനിപ്പിക്കും, വിഷമങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങളുടെ പർപ്പസ് ഇപ്പോൾ അതാണ്. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക എന്ന് വെച്ച്, ഓക്കെ അഗൈൻ സോറി, ഞാൻ നേരത്തെ പറയാൻ വന്നൊരു പോയിന്റ്, എന്ന് വെച്ചിട്ട് നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കാനും പാടില്ല. നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. ഓക്കെ, അതായത് നിങ്ങളെ വീണ്ടും നിങ്ങൾക്ക് ലൈക്ക് ഒരു അവിടുന്ന് കിട്ടുന്ന മര്യാദ, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റെസ്പെക്റ്റ്, ബാക്കി സ്നേഹവും കെയറും ഒക്കെ പോട്ടെ, മര്യാദ, റെസ്പെക്റ്റ് മെയിൻലി അതില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞോ ഇല്ല അതൊക്കെ പോട്ടെ, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട ഒരു മര്യാദയെങ്കിലും ഉണ്ടാവും അല്ലേ. അവിടുന്ന് അങ്ങനെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, അവിടുന്ന് തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക, മാത്രമല്ല മാറിപ്പോവുക. ഓക്കെ, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ടോക്സിക് എൻവയറമെൻറ്റിൽ നിങ്ങൾ നിൽക്കാനും പാടില്ല, ടോക്സിക് സഹിച്ച് നമ്മൾ നിൽക്കാനും പാടില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റും ചെയ്യരുത്. അതുകൊണ്ട് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ കുറേ ലെസൺസ് ഉണ്ട്, ഒരുപാട് പാഠങ്ങളാണ്. ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഒന്നിച്ചിവിടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അർഹിക്കുന്നവർക്ക് നമ്മൾ നോക്കി കൊടുക്കണം എന്നുമുണ്ട്. അതുകൊണ്ട് ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഇന്നത്തെ റീഡിങ്. ഓക്കെ, പർപ്പസിൻ്റെ കാർഡ്സാണ് ഞാൻ എടുക്കുന്നത്. ലെറ്റ്സ് സീ. സ്പിരിച്വൽ ടീച്ചർ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷഫിൾ ചെയ്തിട്ടാണ് എടുത്ത്. അതിൽ പലതരം കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഈവൻ സ്പീക്കർ ഉണ്ട്, പലതും ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ വേണ്ടി കാണിച്ചു തരാണ്. പക്ഷെ വന്നത് ഏത് കാർഡ്സാണ് നോക്കൂ. അതാണ് എനർജി കണക്ഷൻ നമ്മൾ പറയുന്നത്. യെസ്, ഫ്രീഡം. ടീച്ചിങ് അഗൈൻ വരുന്നുണ്ട് പലതരത്തിൽ. 1 2. ഓക്കെ, ലാസ്റ്റ് വൺ ഒന്നുകൂടെ എടുത്തേക്കാം. കരിയർ ചേഞ്ച് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു കരിയർ ചേഞ്ചിൻ്റെ സമയമായി എന്ന് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ലെങ്കിൽ, ഓക്കെ, മേ ബി ഒരു കരിയർ ചേഞ്ചിൻ്റെ സമയമായി എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം വരും എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു കരിയർ ഗൈഡൻസ് ആയിട്ട് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിനാണ് ഇപ്പോൾ അതെടുത്ത് നേരത്തെ പറഞ്ഞത്. നിങ്ങളെ ആ സ്ട്രെങ്ത്തിലേക്കാണ് കൊണ്ടുവരുന്നത് യൂണിവേഴ്സ്. ഓക്കെ, ആൻഡ് ഇത് ഡെവിൾ കാർഡിന് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇവിടെ ഫ്രീഡം, യു ആർ ഫ്രീ ടു ഡു വാട്ട് യു ചൂസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അറ്റാച്ച്മെൻറ്റ്സ് നിന്ന് വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. ആ വ്യക്തി അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ അവർ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. അങ്ങനെ അവർ സ്വീകരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം കളയാനല്ല പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം വെച്ചുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, അതൊക്കെയാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അഗൈൻ ടോക്സിക് ആയിട്ട് നിങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് മൂവ് അവേ. ഓക്കെ, അങ്ങനെ ആ സിറ്റുവേഷൻസിൽ നിൽക്കാതിരിക്കുക. ഞാനിവിടെ ഫ്രീഡം എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്താണ് വേണ്ടത് എന്നുള്ളത്. ഈ ഒരു ഇങ്ങനെ ബന്ധനത്തിൽ പെട്ട് നിൽക്കണോ വേണ്ടേ എന്നുള്ള ചോയ്സ് നിങ്ങളുടെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സ്പിരിച്വൽ ടീച്ചർ ഉണ്ട്. യു ഹീൽ വിത്ത് യുവർ ക്ലാസ്സസ്, സെഷൻസ് ആൻഡ് സെമിനാർസ് ഉണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഹീലേഴ്സ് ആണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഇവിടെ എനർജി ഹീലിംഗും ഉണ്ട്. സോ രണ്ടും ആൻഡ് ഇതും ടീച്ചിങ് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ്, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ പലതും. ഓക്കെ, നമ്മൾ ഈ ഒരു ലെവലിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ലെവലിൽ നിങ്ങൾ എത്തണമെങ്കിൽ അതിന് നിങ്ങൾ ഒരുപാട് അനുഭവിക്കണം. അല്ലാതെയൊന്നും ആരും എത്തില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എത്തില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം നിങ്ങൾക്ക് വരും. ഓക്കെ, സോ അതാണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ.
ഇറ്റ്സ് ഫൈൻ. സ്പിരിച്വൽ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് സ്പിരിച്വൽ ഹീൽ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്, എനർജി ഹീലിംഗ് കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടാരോ റീഡേഴ്സ്, സ്പിരിച്വൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ യോഗ, യുനോ റേക്കി, അങ്ങനത്തെ പല മെത്തേഡ്സും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. സോ യെസ്, നിങ്ങൾക്ക് ആ ഒരു കഴിവ് അത് നിങ്ങളുടെ പർപ്പസിൽ പെട്ടതാണ്. സോ യെസ്, കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. ഓക്കെ, പക്ഷേ യെസ്, ഇത് ചെയ്യുമ്പോൾ അതാണോ ഞാൻ പറഞ്ഞ പോയിന്റ് അതായിരിക്കും. ചിലപ്പോൾ ഞാനത് പറയാൻ റീസൺ ഇതായിരിക്കാം. നിങ്ങൾ അങ്ങനെ എനർജി അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളൊക്കെ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പഠിക്കണം. ഓക്കെ, അതിൽ നിന്ന് ഒന്നും നിങ്ങൾ തിരിച്ച് കിട്ടുന്നത് അതെന്ത് ബ്ലെസ്സിങ് യൂണിവേഴ്സ് തന്നോ, യെസ്, ഹാപ്പി, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഫൈൻ, ഞാൻ സ്വീകരിക്കുന്നു. അല്ലാത്തത് കിട്ടാത്തതിനെക്കുറിച്ച് നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് വരരുത് നിങ്ങൾക്ക്. ഓക്കെ, അതാണ് ഇവിടെ ഐ തിങ്ക് അതായിരുന്നു ഇന്നത്തെ മെയിൻ പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ യെസ്, ആൻഡ് നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് ഇതും ചോയ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ ചെയ്യാൻ അത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന രീതിക്കാണ്. ടീച്ചിങ് ആണ് ഒരുപാട് കാണുന്നത്. സോ മേ ബി കുട്ടികളുമായിട്ട് കണക്റ്റഡ് മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, ടീച്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ നിങ്ങൾക്കൊരു വളരെ ഹെൽപ്പായിരിക്കും. നിങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളെ എവിടെയോ അൺനോയിങ്ലി, നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിയാതെ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പലതും, കുട്ടികളാവണമെന്നില്ല, വലിയവരായാലും ഓക്കെ, ഐ തിങ്ക് നിങ്ങളിൽ നിന്ന് അവർക്ക് പലതും പഠിക്കാനുണ്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആസ് എ ടീച്ചർ എന്ന രീതിക്ക് മാത്രം എടുക്കേണ്ട, ടീച്ചർ ആവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ പലതും പഠിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സ്ട്രെങ്ത് കാണുന്നുണ്ട്. എവറിത്തിങ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ലൈഫ് ഹാസ് മേഡ് യു സ്ട്രോങ് ആൻഡ് കറേജിയസ്. ഞാൻ നേരത്തെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ വാക്കുകൾ, എൻ്റെ വാക്കിന് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് യൂണിവേഴ്സ് ഞാൻ പറയുന്ന ആ ഒരു ടോപ്പിക്കിനനുസരിച്ച്, അല്ലെങ്കിൽ കാർഡ്സ് വരുന്നത്, ആ പോയിന്റ് ഞാൻ എത്തിക്കേണ്ടത് അതേ കാർഡ്സ് വരുമ്പോൾ എനിക്കൊരുപാട്, ലൈക്ക് ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് യൂണിവേഴ്സ് കൂടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ത്രൂ യൂണിവേഴ്സ് എത്തിക്കുന്നു നിങ്ങൾക്ക് ഈ മെസ്സേജസ്. ഓക്കെ, സോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ തിരിച്ചറിയുക. എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാതെ അവിടെ അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ്. ഓക്കെ, ഡിറ്റാച്ച് ആവാൻ പഠിക്കുക നിങ്ങൾ. ഓക്കെ, അത്ര എളുപ്പമല്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ഇറ്റ്സ് നോട്ട് ഒരു വൺ ഡേ പ്രോസസ്സൊന്നും അല്ല. ചിലപ്പോൾ മാസങ്ങൾ, വർഷങ്ങളൊക്കെ എടുക്കാം. ചില ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. ബട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മെല്ലെ 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 നിങ്ങൾ മാറി വരും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. സോ അതിന് നിങ്ങൾ ആ ഡിറ്റാച്ച്മെൻറ്റ് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ വെരി ഗുഡ്. സോറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. ഐ ഡോണ്ട് നോ, ചില സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ബ്ലെസ്ഡ് ഡേ ആയിരിക്കട്ടെ. ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ കാര്യം ഞാൻ പറയാൻ ലാസ്റ്റ് വിട്ടുപോയത്, സോറി. നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം, എനിക്കെന്താണ് എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരും. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്തങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അവിടെ നിന്നായിരിക്കില്ല വരുന്നത് എന്ന് മാത്രം. ഓക്കെ, അത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, നിങ്ങളെ എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമായാലും കെയർ ആയാലും സമയമായാലും പൈസ ആയാലും എന്ത് തന്നെ ആയാലും, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് മനസ്സറിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ ഡിറ്റാച്ച്മെൻറ്റ് വെച്ച് നിങ്ങൾ ചെയ്താൽ, ഓക്കെ, ഓൾറെഡി കൊടുത്തതാണെങ്കിലും നിങ്ങൾ ഇനി അതിനെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇല്ല ഞാനത് വിട്ട് കളയുന്നു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും. ഓക്കെ, പോസിറ്റീവ്, ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. കണ്ടിട്ട് ഇവിടെ വന്ന് എപ്പോഴെങ്കിലും എന്നോട് കമൻ്റ് ഇട്ട് പറയാം ദാറ്റ് യെസ് എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.